ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരേ മാവിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്നാക്സും ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. എന്നും ഒരുപോലെ ദോശ കഴിച്ച് മടുത്തവർക്കായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദോശമാവാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ, കുറച്ചുകൂടി കൂടുതലുണ്ട് എന്നാലും 1 കപ്പ് അളവിൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മാത്രം മതിയാവും. സാധാരണ നമ്മൾ ദോശ തയ്യാറാക്കുമ്പോഴത്തേക്ക് മാവ് ഇച്ചിരി പുളിച്ചിട്ടല്ലേ നമ്മൾ തയ്യാറാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ പുളിപ്പുള്ള മാവായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മളിത് ഉടൻ തന്നെ ആട്ടിയ മാവായാലും കുഴപ്പമില്ല, ഏതായാലും പ്രശ്നമില്ല. ഈ മാവിലേക്ക് നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ അവലാണ്. ഞാനിപ്പോൾ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വെള്ള അവൽ തന്നെ വേണമെന്നില്ല, ഏത് അവലായാലും മതിയാവും. അങ്ങനെ ഒരു 1/2 കപ്പ് അവൽ നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു പച്ചമുളക് നല്ല തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർക്കുകയാണ്. ചെറിയ ജീരകമാണ്, പെരുംജീരകമല്ല. പിന്നെ വേണ്ടത് നമ്മുടെ ഇത്രയും മാവിനും അനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടിയാണ്. ആ ഉപ്പും ചേർത്തിട്ട് ഒരല്പം മാത്രം, ഒരുപാട് വെള്ളവും നമ്മളിതിലേക്ക് ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും കട്ടിയായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ദോശ തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ടത്, കുറച്ച് തിക്കായിട്ട്, കുറച്ച് കട്ടിയായിട്ടാണ് വേണ്ടത്. നിങ്ങളിതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ അവൽ കുതിർന്നിട്ട് വീണ്ടും കുറച്ചുകൂടി കട്ടിയാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഈ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം ഓയിൽ മതിയാവും. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ ഓരോ സ്പൂണായിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടി തന്നെ തയ്യാറാക്കണമെന്നുള്ള ഒരാവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ അപ്പച്ചട്ടിയിലും ഇതുപോലെ ചെറിയൊരു സ്പൂണിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരല്പം മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാവെല്ലാം ഇതുപോലെ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഇത് നല്ലതുപോലെ വെന്തിട്ട് കിട്ടും. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഇത് തിരിച്ചിടാം. അതിനുശേഷം വീണ്ടും നമ്മളത് അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ഒരുപോലെ റെഡി ആയിട്ടുണ്ട്. രാവിലെ ദിവസവും ദോശയെല്ലാം കഴിച്ച് മടുത്തെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മാത്രം മതിയാവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ കഴിക്കുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടാണ് ഇതുള്ളത്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു തേങ്ങാ ചട്നിയാണ്. നല്ലൊരു വെള്ള തേങ്ങാ ചട്നി കൂടി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്കിതിൻ്റെ കൂടെ വേണ്ട. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിൽ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു സ്നാക്സ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ സൂപ്പറായി. രാവിലെ ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ദോശ കഴിക്കാനെല്ലാം മടിയുള്ള നമ്മുടെ കുട്ടീസിനെല്ലാം ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല സൂപ്പറായിട്ട് കഴിച്ചോളും. അപ്പോൾ കുട്ടീസിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഈ പച്ചമുളകൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.